സംസ്ഥാനത്ത് പ്രളയസമാനമായ സാഹചര്യം ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പൊടുന്നനെയുള്ള വെള്ളക്കയറ്റത്തിന് കാരണം എന്താണ്? മണലൂറ്റുന്നതിലൂടെ അല്ലെങ്കിൽ മണൽ മാറ്റുന്നതിലൂടെ, ഡാമുകളിലെ എക്കലും ചെളിയും നീക്കുന്നതിലൂടെ ഇതിന് പരിഹാരമാകുമോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്, ഇവിടെ ഇതാ ഈ നേരത്തെയും മണൽ വാരിയിരുന്നു എന്നത് നമുക്കറിയാം. പിന്നീട് കോടതിയുടെ ഇടപെടലിലൂടെയാണ് അത് അവസാനിപ്പിച്ചത് എന്നത് നമുക്കറിയാം. പിന്നീട് ഇപ്പോൾ ഈ കരിങ്കൽ കോറികളും ചെങ്കൽ കോറികളുമൊക്കെ, ഞങ്ങൾ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് മലപ്പുറത്തെ ഒരു ചെങ്കൽ കോറിയിൽ നിന്നുള്ള വാർത്തയാണ് പങ്കുവച്ചത്. അനുമതി ലഭിക്കുന്നു, പക്ഷേ അനുമതിക്ക് ആനുപാതികമായ തരത്തിലല്ല ഖനനം നടക്കുന്നത്, ആനുപാതികമാകുന്ന സ്ഥലത്തല്ല ഖനനം നടക്കുന്നത്. ഒരു പക്ഷേ ഇനി ഇത്തരത്തിൽ ഒരു അവസ്ഥ, അതായത് മണൽ വാരുവാനുള്ള ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെട്ടാൽ പോലും അതൊരു ലോബിയായി മാറുക, ഈ സൂചിപ്പിക്കുന്നതിന് അപ്പുറത്തേക്ക് വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന തരത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുക, അതാണല്ലോ കേരളത്തിൽ എപ്പോഴും സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു ആവർത്തനത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകുമോ? രണ്ട് തരത്തിലാണ് ഇവിടെ, രണ്ട് സ്ഥലത്തു നിന്നാണ് മണലെടുക്കം, സിൽറ്റ് എടുക്കും എന്ന് പറയുന്നത്, ഡെപ്രീസ് ഒക്കെ എടുക്കുന്നത്. ഒന്ന് ഡാമിലുള്ളതാണ്, പന്നൊന്ന് പുഴകളുള്ളതാണ്. ഡാമിലുള്ളത് എടുക്കുന്നതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഡാമിലുള്ളത് കുറെ എടുക്കുന്ന ഡാമിന്റെ ആഴമൊക്കെ കൂട്ടേണ്ട ആവശ്യം തന്നെയാണ്. എല്ലാം അതിന്റെ ഒറിജിനൽ ആഴമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമാണ്. പക്ഷെ നദിയിൽ നിന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ശ്രീ അഭിലാഷ് പറഞ്ഞ പോലെ നമുക്ക് രണ്ട് ഓപ്ഷനെ അറിയാവൂ. ഒന്നുകിൽ എടുക്കാതിരിക്കുക, തൊടാതിരിക്കുക, നദിയെ തൊടാതിരിക്കുക, അല്ലെങ്കിൽ മുച്ചൂടും മുടിച്ച് കരയും ഇടിച്ച് കംപ്ലീറ്റ് വാരി എല്ലാം കാര്യം നദിയുടെ ആകെ ആവാസ വ്യവസ്ഥ മാറ്റി. ഇത് രണ്ട് ഓപ്ഷനെ നമുക്ക് അറിയാവൂ. അതിന്റെ ഒരു മിഡിൽ ഓപ്ഷൻ ഉണ്ട്. മിഡിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ജല മാനേജ്മെന്റ് ഞാൻ പറഞ്ഞപ്പോൾ സമ്പൂർണ്ണമാക്കിയില്ല നേരത്തെ. ഞാൻ പറയുന്നത്, ഒരു നദി എടുത്താൽ, ഒരു പുഴ എടുത്താൽ അതിനൊരു ചെറിയ നീർത്തടമുണ്ട്, അതിനൊരു ചെറിയ വാട്ടർ ഷെഡ് ഉണ്ട്, ചെറിയൊരു റിവർ ബെഡ് ഉണ്ട്, ഒരു നദീതടമുണ്ട്. നദീതടവും വാട്ടർ ഷെഡും അടിസ്ഥാനത്തിൽ 44 നദീതടങ്ങളെ അടിസ്ഥാനമാക്കി 142 ഉപനീർത്തടങ്ങളെ അടിസ്ഥാനമാക്കി 1000-ഓളം വരെ 999 1000-ഓളം വരുന്ന ലഘു നീർത്തടങ്ങളെ അടിസ്ഥാനമാക്കി 23,000-ഓളം വരുന്ന സൂക്ഷ്മ നീർത്തടങ്ങളെ അടിസ്ഥാനമാക്കി ഒരു പ്ലാൻ ഉണ്ടാക്കണം ഇതിന് സമാന്തരമായി. അങ്ങനെ പ്ലാൻ ഉണ്ടാക്കി കരയിൽ ഓരോ വാട്ടർ ഷെഡിന്റെയും ഓരോ നീർത്തടത്തിന്റെയും കരയിൽ ധാരാളമായി വെള്ളം അകത്തേക്ക് ഇറക്കി അതിന്ന് കുറച്ച് വെള്ളം മാത്രം നദിയിലെത്തുന്ന പഴയ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തെ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ടോട്ടൽ പ്ലാനിലേക്ക് പോയില്ല എങ്കിൽ ഇത് രണ്ട് ദുരന്തം വരും. ഒന്ന്, ഇതിന്റെ മറവിൽ ഇപ്പൊ കല്ലട നദിയുടെ റിപ്പോർട്ട് അനുസരിച്ച് അവിടെ നിന്ന് ഒരുപാട് മണലെടുക്കാൻ പാടില്ല. അതേസമയം മറ്റു ചില, ഞാൻ ഓരോ നദിയായിട്ട് പേര് പറയുന്നില്ല, സർക്കാരിന്റെ ഒരു പരിപാടി വരുന്നതുകൊണ്ട് ഓരോ നദിയായിട്ട് പേര് പറയുന്നില്ല. പല നദികളിലും എടുക്കാൻ പാടില്ല, പലതിലും എടുക്കാം. അപ്പൊ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കി നദിയുടെ കരയിൽ, ഫ്ലഡ് പ്ലെയിനിൽ, വാട്ടർ ഷെഡ് ഏരിയയിൽ, നദീതടത്തിൽ സമാന്തരമായി കുറെ പ്രവർത്തനങ്ങൾ നടത്തി വെള്ളത്തിന്റെ അളവ് കുറച്ചില്ല എന്നുണ്ടെങ്കിൽ വരൾച്ച സമയത്ത് നമ്മുടെ വാട്ടർ ടേബിൾ വളരെ താഴെ പോകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.